പാർത്ഥ, നടി ആക്രമിച്ച കേസിൽ വഴിത്തിരിവായത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയുടെ ഒരു ഇടിവെട്ട് ഡയലോഗാണ്. അതായത് കൊച്ചിയിൽ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദർബാർ ഹാളിൽ കൂടിയ നടന്മാരും നടിമാരും കൂടിയ ഒരു പരിപാടിയിൽ മഞ്ജു വാര്യർ പറഞ്ഞു, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, കൊട്ടേഷനുണ്ട്, അത് അന്വേഷിക്കപ്പെടണമെന്നുള്ളത്. ആ ഇടിവെട്ട് നീക്കമാണ് ഒരുപക്ഷെ ദിലീപിന് വിനയായത്. ദിലീപ് ഒരു 88 ദിവസം വരെ ജയിലിൽ കിടക്കേണ്ട നിലയിലേക്ക് വന്നത്. സ്വാഭാവികമായ ഒരു സംശയമുണ്ടാവും, മറ്റാർക്കും തോന്നാത്ത ഒരു ചിന്ത എങ്ങനെ മഞ്ജു വാര്യർക്കുണ്ടായി എന്നുള്ളത്. സത്യത്തിൽ ഒരു കോക്കസ് ദിലീപിനെതിരെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ പടിയായിരുന്നു ഈ വാക്കുകൾ. അങ്ങനെ വേണ്ടേ കരുതാൻ. കാരണം നമ്മൾ ആരെങ്കിലും ഒരു നടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ബലാത്സംഗമല്ല നടന്നതെങ്കിൽ പോലും അബ്യൂസ് ചെയ്യപ്പെടുന്നു, ലൈംഗികപരമായി അബ്യൂസ് ചെയ്യപ്പെടുന്നു. ലൈംഗികപരമായി അബ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മൾ ചിന്തിക്കുക, ഒരാളെ അബ്യൂസ് ചെയ്തു, ഓക്കെ, അത് നമ്മുടെ ഒരു സെക്ഷൽ താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു അബ്യൂസിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ, അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന അതിജീവിതയ്ക്ക് നേരിട്ട ദുരന്തത്തെ ആക്രമണത്തെ പറ്റി അപലപിച്ചുകൊണ്ട് ദർബാർ ഹാളിൽ ചേർന്ന അമ്മയുടെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ സംഘടനകൾക്ക് നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മഞ്ജു വാര്യർ പറയുകയാണ്, ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് മഞ്ജു വാര്യർക്ക് കിട്ടിയത് എന്നല്ലേ കാര്യം. ഈ പോലീസ് അന്വേഷണ റിപ്പോർട്ടിലൊന്നും ഇത്തരത്തിലൊരു കാര്യമില്ല, ഇത്തരത്തെ പറ്റിയ ഒരു ചർച്ചയേ ഇല്ല. ഇതൊരു ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും എവിടെയും നടക്കുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഈ പൾസർ സുനിയെ പറ്റി തന്നെ, പൾസർ സുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് മഞ്ജു വാര്യർ പറയുന്നത്. എവിടെ നിന്നാണ് മഞ്ജുവിന് ഇതൊരു ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിൽ ഒരു ഇത് പറയാനുള്ള തെളിവ് കിട്ടിയത്? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം പുറത്തു കൊണ്ടുവന്ന് ഇതിലൂടെ ഈ ചെയ്തതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരുന്നോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യമാണ്. മഞ്ജു വാര്യർക്കെതിരെ ഒന്നാം പ്രതി പൾസർ സുനി ദിലീപിനെതിരെ മൊഴി കൊടുത്തു. ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ, ദിലീപ് ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തത് കൊണ്ടാണ്. 4 വർഷം മുമ്പ് കൊട്ടേഷൻ കൊടുത്തു. ഏകദേശം 1 കോടി രൂപയ്ക്കെങ്ങാനാണ് കൊട്ടേഷൻ കൊടുത്തത്. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. 1 കോടിയുടെ കൊട്ടേഷൻ, 10,000 രൂപയ്ക്ക് അഡ്വാൻസ്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന പൾസർ സുനി ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 2ാം പ്രതി മാർട്ടിൻ പിന്നീടൊരു വെളിപ്പെടുത്തൽ നടത്തി. മഞ്ജു വാര്യറും മലയാള സിനിമയ്ക്കകത്ത് മറ്റു ചിലരും ഒപ്പം ശ്രീകുമാർ മേനോനും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് എന്നൊരു മാർട്ടിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വീഡിയോ വന്നു. അതെന്തേ അന്വേഷിക്കാത്തത്? അതന്വേഷിക്കണ്ടേ? അതിൻ്റെ പുറകെ പോകുന്നില്ല. ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്ന് ഈ പറയുന്ന പൾസർ സുനിക്ക് ജാമ്യമെടുക്കാൻ വേണ്ടി ഒരു പൾസർ സുനിയെ ഏത് കോടതിയിൽ ഹാജരാക്കണം, എങ്ങനെ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിച്ചു കൊണ്ടുവന്ന 3 ഗുണ്ടകൾ, അങ്ങനെ തന്നെയാണ് പറയുന്നത്, 3 തടിമാടന്മാരായിട്ടുള്ള ഗുണ്ടകൾ. അവർ വന്നു. ഫെനി ബാലകൃഷ്ണന് അവരുടെ ഫോണിൽ നിന്ന് ഒരു ലേഡിയെ കോൾ ചെയ്യുന്നു. ആ ലേഡി തമിഴ് കലർന്ന മലയാളത്തിൽ സംസാരിക്കുന്നു. പെരുമ്പാവൂർകാരിയാണ് ഈ മാഡം എന്ന് പറയുന്നു, തമിഴ്നാടാണ് സ്വദേശം എന്ന് പറയുന്നു. അവർ തമിഴ് കലർന്ന മലയാളത്തിൽ ഈ പ്രതിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഈ പ്രതി എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ, എങ്ങനെ ഈ നിയമപരമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫെനി ബാലകൃഷ്ണൻ മൂവാറ്റുപുഴയിൽ കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലത്, കൊച്ചിയിൽ പോകുന്നത് വളരെ അപകടകരമാണ് എന്ന് പറയുന്നു. ഓക്കെ, ഞങ്ങൾക്ക് എത്ര പൈസ വേണമെന്ന് ചോദിക്കുന്നു. അതൊക്കെ പറയാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ഒരു ഡീലിങ്ങിൽ എത്തിയ ശേഷം പിരിയുന്നു. പിന്നീട് ഫെനി ബാലകൃഷ്ണനെ കണ്ടിട്ടില്ല. പിന്നീട് പൾസർ സുനി വന്ന് കൊച്ചിയിൽ കീഴടങ്ങുകയായിരുന്നു. ഇതൊക്കെ ദുരൂഹതകളുടെ കൂടാരമാണ് ഇത് ഈ കേസിന് പുറകിലുള്ളത്. ദുരൂഹത ഇത് മാത്രമൊന്നുമല്ല, ഒരുപാടുണ്ട്. കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് അധികം ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. ഇതുമായി ബന്ധപ്പെട്ട് ശാന്തിപിള്ള ദിനേശ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വിവരം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നടിയെ ആക്രമിച്ച 7 എണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി. ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപ്പട്ടികയിലുമായി. ഞാൻ ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് അതിജീവിത സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു.
അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജു വാര്യർ തിരുത്താനൊന്നും പോയില്ല. ഈ സമയത്താണ് WCC ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും. അതിൻ്റെ നേതാവ് ദിലീപിൻ്റെ മുൻ ഭാര്യയായിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി പ്രാധാന്യം നേടി. പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചെന്ന് വേണം അക്കാലത്ത് കണ്ട വിരോധാഭാസം. കലാഭവൻ മണിയുടെ മരണമടക്കം പലത് ദിലീപിൻ്റെ തലയിൽ വച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ വസ്തുവകകളുടെ മതിൽ ഇടിക്കലായിരുന്നു DYFIയുടെ അക്കാലത്തെ ജോലി. പുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും. ചാലക്കുടിയുടെ D സിനിമ സർക്കാർ പുറമ്പോക്ക് കയ്യേറിയതാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു ഒരു കൂട്ടരും. ദിലീപിൻ്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെക്കുറിച്ച് മുൻപത്തെ ഒരു കൊടികുത്തിയ സിനിമ മാധ്യമ പ്രവർത്തന അടക്കം രംഗത്ത് വന്നിരുന്നു. ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയദൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത്. ഇതിനിടയിലാണ് കേസ് ഒരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി അതുടൻ അംഗീകരിക്കുകയും ചെയ്തു. ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷം. അതിന്റെ ഫലം ഉടൻ കാണാനായി. ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പിടിച്ചകത്തിട്ടു. എല്ലാ കുറ്റവാളികളെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ്. ഭയങ്കരം തന്നെ. 85 ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി. കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു. അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞു വയ്ക്കുന്നത്. കൃത്യമാണ്, വ്യക്തമാണ്. ഇതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു കേസ് നടക്കുമ്പോൾ അതിലെ പ്രതികളെയെല്ലാം പിടിച്ചു. മുഖ്യമന്ത്രി ഈ പറയുന്ന നിയമസഭയിൽ കൃത്യമായി പറഞ്ഞു, വേറൊരു തരത്തിലുള്ള ഗൂഢാലോചനയും ഇതിൻ്റെ പിന്നിലില്ല, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്നൊക്കെ മറുപടി പറയുന്നു. അതിനുശേഷമാണ് WCCയുടെ ഉത്തയം. WCC വരുന്നു, WCC മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇതുവരെ ഇല്ലാത്ത പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ കൊടുക്കുന്നു. ഈ മാധ്യമ സിൻഡിക്കേറ്റിന് പിറകിൽ ആരാണ് പ്രവർത്തിച്ചത്? ഒരു ചാനൽ കൊട്ടേഷൻ എടുത്ത പോലെ നിരന്തരമായി ദിലീപിനെതിരെ വാർത്തകൾ കൊടുക്കുന്നു. ലോകത്തില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് ഈ കേസിൽ ദിലീപിനെതിരെ സംസാരിപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ ചാനലിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇതിൻ്റെ പ്രോസിക്യൂട്ടറാവുന്നു, പബ്ലിക് പ്രോസിക്യൂട്ടറാവുന്നു. അതായത് നിരന്തരമായി നടിക്കനുകൂലമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കയറി പബ്ലിക് പ്രോസിക്യൂട്ടർ. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ഞാൻ അതിനൊന്നും പറയുന്നില്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ദിലീപിൻ്റെ ഏതെങ്കിലും ഒരു കേസിനകത്ത് ഒരാളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ആ കേസ് എത്രയും പെട്ടെന്ന് തീർക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഈ പറയുന്ന വനിതാ അന്വേഷണ ഉദ്യോഗസ്ഥ വേണമെന്ന് പറഞ്ഞു, അതിനുശേഷം വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞു, കോടതി അതിവേഗ കോടതിയാക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തു. അതിനുശേഷം എന്താണ്? ജഡ്ജി പോരാ, ജഡ്ജിന് ഇല്ലാത്ത പരാതികളില്ല. ജഡ്ജ് തന്നെ കോടതി കോടതി ഈ പറയുന്ന വാദികളായിട്ടുള്ള ആളുകളെ, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ കോടതിയുടെ കൂട്ടിൽ കയറ്റി വിസ്തരിക്കുന്നു. പിന്നെ കൂട്ടിൽ കയറ്റി വിസ്തരിക്കാണ്ട് വേറെ എവിടെയും പറ്റി വിസ്തരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ആർക്കും ഉണ്ടാവുന്നതാന്നേ. ധന്യ പരാതി കൊടുത്താലും ഞാൻ പരാതി കൊടുത്താലും എല്ലാം കോടതിയുടെ പ്രക്രിയ ഒന്ന് തന്നെയാണ്. ആർക്കെങ്കിലും അതിൽ ഇളവ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഇളവൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് പ്രതിയാണ് എന്ന് കണ്ട് കുറ്റവാളിയാണ് എന്ന് കാണുന്നത് വരെ ഇരയ്ക്കുള്ള അതേ അവകാശം പ്രതിക്കുമുണ്ട്, അല്ലേ? അതല്ലാതെ നമ്മളങ്ങ് തീരുമാനിക്കുന്ന പോലെയാണോ എന്തെങ്കിലും? നമ്മൾ യഥാർത്ഥത്തിൽ ധന്യ ഒരു അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വന്നത് ഓർമ്മയുണ്ടോ തനിക്ക്? കൊല്ലത്തിനോ തിരുവനന്തപുരത്തോ അടുത്താണായിരുന്നു, കഴക്കൂട്ടം അവിടെ എവിടെയാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ ആ അമ്മയെ എത്രമാത്രം ക്രൂശിച്ചു സോഷ്യൽ മീഡിയ. ഇവളൊക്കെ ഒരു അമ്മയാണോ, ഇവളൊക്കെ അങ്ങേ അറ്റത്തെ മോശക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയധികം ക്രൂശിക്കപ്പെട്ടു. ആ കേസിന് പുറകിൽ പോയി ആ കേസിനകത്ത് ഇതാണോ നടന്നത്, അമ്മയുടെ വാക്കുകൾ കേൾക്കാൻ പോലും പലരും തയ്യാറായില്ല. പക്ഷെ ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ചില സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആ അമ്മയുടെ വാക്കുകൾ കേട്ട് അവരുടെ കൂടെ സഞ്ചരിച്ച് ആ കേസിൻ്റെ ഉള്ളുകള്ളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. അങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് പോലീസിന് കണ്ണു തുറക്കാൻ കഴിഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. കുട്ടിയെ കൃത്യമായി കൗൺസിൽ ചെയ്തപ്പോഴാണ് പറയുന്നത്, ബാപ്പ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്, ബാപ്പയുടെ കൂടെയുള്ള കുട്ടിയാണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഉമ്മയ്ക്ക് നേരെ അവരുടെ ഈ പ്രതികാര നടപടിക്ക് സമാനമായി ചെയ്തതാണ്. എന്ത് ചെയ്തു? ഇവിടുത്തെ മാധ്യമങ്ങൾ മാപ്പ് പറഞ്ഞു അമ്മയോട്. ആ ഉമ്മയ്ക്ക് വന്ന മാനസികാഘാതം ചെറുതാണ്. ഇപ്പോഴും സംശയത്തോടെ കാണില്ലേ ആളുകൾ?
ഒരു സ്വാമിയുടെ ലിംഗം വെട്ടി ആ സ്വാമി മറ്റേത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആ അന്വേഷണ ഉദ്യോഗസ്ഥ ആരായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്താ നടപടി വന്നോ? കൃത്യമായ ഒരു FIR കഥ ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇതാണ് നാട്, ഇത്രയൊക്കെ ഉള്ളൂ.